നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കൊച്ചു കഥയെക്കുറിച്ചാണ്. ജീവിതത്തിലെ ഓട്ടത്തിനിടയിൽ പണമാണോ സമാധാനമാണോ വലുതെന്ന് നമ്മളെല്ലാവരെയും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരച്ഛന്റെയും മകന്റെയും കഥ. ഇത് നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കും, തീർച്ച. ഈ കഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാമല്ലേ? നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി കൊടുക്കാൻ വേണ്ടി നമ്മൾ രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഓട്ടത്തിനിടയിൽ അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്നേഹവും സാമീപ്യവും അവർക്ക് കിട്ടാതെ പോകുന്നുണ്ടോ? ഈയൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കഥ കേൾക്കാം. അപ്പോ ഇതൊരു അച്ഛന്റെ കഥയാണ്. തന്റെ കുടുംബത്തിന് ഈ ലോകത്തുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചൊരച്ഛൻ. പക്ഷേ അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ നഷ്ടമായതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു വലിയ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കുടുംബത്തിന് നല്ലൊരു ജീവിതം കൊടുക്കണം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേയൊരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഓവർ ടൈം ഒന്നും അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല. രാവിലെ മകൻ കണ്ണു തുറക്കുന്നതിനു മുൻപ് അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങും. പിന്നെ രാത്രിയെ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും തളർന്ന അവശനായി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. മകനോടുള്ള സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് എങ്ങനെയെന്നറിയുമോ? സമ്മാനങ്ങളിലൂടെയായിരുന്നു. അവൻ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായ എന്തും അദ്ദേഹം വാങ്ങിക്കൊടുത്തു. വില കൂടിയ കളിപ്പാട്ടങ്ങൾ, നല്ല പുത്തനുടുപ്പുകൾ, ഇഷ്ടം പോലെ ചോക്ലേറ്റുകൾ, അങ്ങനെ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് മാത്രം അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. തന്റെ മകന്റെ കൂടെ ഇരുന്ന് 2 വാക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവന്റെ കൂടെ ഒന്ന് കഴിക്കാൻ. ആ തിരക്കിനിടയിൽ അതിനൊന്നും സമയം കിട്ടിയില്ല. അങ്ങനെ അച്ഛനും മകനും തമ്മിലുള്ള അകലം കൂടിക്കൂടി വന്നു. അങ്ങനെയിരിക്കെ വളരെ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരവധി ദിവസം. ആ ഒരു ദിവസമാണ് ഈ കഥയുടെ ഗതി മാറ്റിയത്. അന്നുയർന്ന ഒരു ചോദ്യം, ആ ചോദ്യമാണ് ഈ കഥയുടെ ആത്മാവ്. അന്ന് ക്ഷീണിച്ച് സോഫയിൽ കിടക്കുമായിരുന്നു അച്ഛൻ. അപ്പം മകൻ പതുക്കെ അടുത്തു വന്നിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, "അച്ഛാ, അച്ഛൻ 1 മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും?" ആ ചോദ്യം കേട്ടതും ഉറക്കച്ചടവിലായിരുന്ന അച്ഛന് ദേഷ്യം വന്നു. അദ്ദേഹം ദേഷ്യത്തിൽ പറഞ്ഞു, "അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എനിക്ക് 1 മണിക്കൂറിന് 500 രൂപ വെച്ച് കിട്ടും." അങ്ങനെ തന്റെ സമയത്തിന് അദ്ദേഹം ഒരു വിലയിട്ടു, 500 രൂപ. അച്ഛൻ പറഞ്ഞത് കേട്ടതും ആ കുഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കുഞ്ഞു സമ്പാദ്യക്കുടുക്ക എടുത്തു പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന ചില്ലറകളും നോട്ടുകളുമെല്ലാം എണ്ണിപ്പെറുക്കി അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. എന്നിട്ട് നിറ കണ്ണുകളോടെ പറഞ്ഞു, "അച്ഛാ, ഇതിൽ 500 രൂപയുണ്ട്. ഇത് വെച്ച് എനിക്ക് അച്ഛന്റെ 1 മണിക്കൂർ തരാമോ? നാളെ കുറച്ചുകൂടി നേരത്തെ വരണം. എനിക്ക് അച്ഛന്റെ കൂടെ ഇരുന്ന് ചോറുണ്ണണം." ആ വാക്കുകൾ കേട്ടതും അച്ഛന്റെ നെഞ്ചിലൊരു ഇടിമിന്നലേറ്റതുപോലെയായി. ഒരു നിമിഷം അദ്ദേഹം തകർന്നുപോയി. പണം പണം എന്ന് പറഞ്ഞു ഓടുന്നതിനിടയിൽ തന്റെ കൺമുന്നിൽ വളരുന്ന മകന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ആഗ്രഹങ്ങളും താൻ കാണാതെ പോകുകയാണല്ലോ എന്ന സത്യം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോ ഈ കഥ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് സമയത്തെക്കുറിച്ചുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്കാണ്. എന്താണ് പണവും സമയവും തമ്മിലുള്ള ആ പ്രധാനപ്പെട്ട വ്യത്യാസം? നമുക്കൊന്ന് നോക്കാം. നോക്കൂ, സമയം അത് നമുക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് കിട്ടുന്ന ഒന്നാണ്. പക്ഷെ അതിന് വിലയിടാൻ പറ്റില്ല, അത്രയ്ക്കും അമൂല്യമാണത്. കാരണം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത ഒന്നാണ് സമയം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. നഷ്ടപ്പെട്ടുപോയ പണം നമുക്ക് ചിലപ്പോ വീണ്ടും കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ സമയം അങ്ങനെയല്ല, അത് പരിമിതമാണ്. പണം നമ്മുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. എന്നാൽ സമയം അത് നമ്മുടെ ജീവിതം തന്നെയാണ്. അത് സൂക്ഷിച്ചു വെക്കാനോ കടം കൊടുക്കാനോ തിരികെ വാങ്ങാനോ പറ്റില്ല. പണ്ടൊരു വാച്ച് നന്നാക്കുന്ന ആള് പറഞ്ഞ ഒരു വാചകമുണ്ട്. എത്ര ശരിയാണല്ലേ? നിങ്ങൾക്ക് കോടികൾ കൊടുക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ ഒരൊറ്റ സെക്കൻഡ് പോലും തിരികെ വാങ്ങാൻ കഴിയില്ല. ഈ ലോകത്ത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരേയൊരു കാര്യമേ ഉള്ളൂ, അതാണ് സമയം. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമുക്ക് കിട്ടുന്ന ഈ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകൾ എന്താണോ അതനുസരിച്ചിരിക്കും നമ്മുടെ സമയത്തിന്റെ മൂല്യവും. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത്? പണമാണോ, വീടാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ മക്കളാകാം,
പങ്കാളിയാകാം, മാതാപിതാക്കളാകാം. അവർക്ക് ശരിക്കും വേണ്ടത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വില കൂടിയ ഫോണോ സ്വർണമോ ഒന്നുമല്ല. അവർക്കു വേണ്ടത് സ്നേഹത്തോടെയുള്ള നമ്മുടെ ഒരു തലോടലാണ്. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ മാറ്റിവെക്കുന്ന കുറച്ച് സമയമാണ്. ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ സമയം കൊടുക്കുന്നില്ലെങ്കിൽ നാളെ നമുക്കവരുടെ സാമീപ്യം ആവശ്യമുള്ളൊരു സമയത്ത് അത് അവരിൽ നിന്ന് തിരികെ പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ബാങ്കിലിരിക്കുന്ന പണമല്ല, മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി നമ്മൾ സന്തോഷത്തോടെ ചിലവഴിക്കുന്ന ആ നല്ല നിമിഷങ്ങളാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം തരുന്നത് അത്തരം നിമിഷങ്ങളാണ്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തായ നിങ്ങളുടെ സമയം, അത് നിങ്ങൾ ഇന്ന് ആർക്കു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ മുൻഗണനകൾ ശരിയായ ദിശയിലാണോ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.